അതെ, ഇന്ന് ഇവിടെ കൊച്ചിയിൽ മോഡി വന്നാന്ന് ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ടായി. പക്ഷേ എന്തിനാ മോഡി വന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്തിനായിരിക്കും വന്ന് അറിയാമോ? അറിയത്തില്ല, അതേക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇലക്ഷൻ പ്രചരണം മാത്രം ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷേ അയാൾ എന്തൊക്കെ വാഗ്ദാനം കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. വാർത്തയ്ക്കകത്തൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അത് പോട്ടെ, ഇപ്പോൾ ഇലക്ഷൻ അതാണല്ലോ അവരുദ്ദേശിച്ചതും ഈ മോഡി വന്നതൊക്കെ. ഈ ഇലക്ഷന് കേരളത്തിൽ അടുത്ത ഇലക്ഷൻ ആരായിരിക്കും? അടുത്ത ഭരണം ആരായിരിക്കും? അടുത്ത ഭരണം തുടർ ഭരണം തന്നെയായിരിക്കും നല്ലത്. തുടർ ഭരണമാണ് നല്ലത്. പിണറായിയുടെ ഭരണം ഇഷ്ടപ്പെട്ടാണോ? ഇഷ്ടമാണ്. നല്ല ഭരണമാണ്. ഒരുപാട് പുരോഗമനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല കാര്യത്തിൽ. BJPക്ക് കേരളത്തിൽ വല്ല സാധ്യതയുണ്ടോ? ഇലക്ഷന് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യം? പിന്നെ സീറ്റ് കിട്ടാൻ 1-2 കിട്ടുമായിരിക്കും. അതിനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നാണ്ടായ കാരണം എന്താ? കാരണം ചില മണ്ഡലങ്ങളൊക്കെ അവരെ പിടിക്കുന്നുണ്ട്. അതും ചിലപ്പം തുടർ ഭരണമായിരിക്കും. തിരുവനന്തപുരത്തൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അതേക്കുറിച്ച് അറിയത്തില്ല. ഈ പ്രാവശ്യം ഈ ഇലക്ഷൻ നടന്നപ്പോഴേ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഒരുപാട് എന്താ പറയണ്ടേ, പഞ്ചായത്തുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിന്നൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത പറയുന്നുണ്ടെങ്കിലും ഭരണം മോശമാണെന്നല്ല പറയുന്നത്. BJPയുടെ ഭരണം നല്ലതാണ്. പക്ഷെങ്കിൽ കേരളത്തിൽ വലിയ സാധ്യതയില്ല. കേരളത്തിലെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ശരിയാ, അവരുടെ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒന്നും ഇവിടെ നടക്കത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. BJPക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷയില്ല. അതാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. പിന്നെ വല്ല 1-2 സീറ്റ് പിടിച്ചാലും വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. ഇപ്പം സുരേഷ് ഗോപി പിടിച്ചിട്ട് വല്ലതും ഉണ്ടായോ? തൃശ്ശൂർക്കാർക്ക് മൊത്തം നാണക്കേടുണ്ടായല്ല, അത് വേറെ ഒന്നും നടന്നിട്ടില്ല. അപ്പം ശരി.